ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ എയർ ഡ്രോപ്പ് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രയറായിട്ട് നമ്മൾ ചെയ്തു വെക്കണം? ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. സോ അതിനുള്ളൊരു ആൻസറാണ് ഈ ഒരു വീഡിയോ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എയർ ഡ്രോപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാളറ്റ് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ്. സോ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് നിങ്ങളുടെ എയർ ഡ്രോപ്പിൽ ഓപ്ഷൻ, താഴെ എയർ ഡ്രോപ്പിൽ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിഡ്രോവലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മേ ബി അവിടെ നിങ്ങളുടെ വാളറ്റ് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഏത് വാളറ്റാണോ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു വാളറ്റ് ഫസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പം ടോൺ കീപ്പർ വാളറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോൺ കീപ്പർ വാളറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഡി ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വാളറ്റ് കണക്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ ഓപ്ഷൻ അവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടായിരിക്കും. ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങൾ മൈറ്റോൺ വാളറ്റ് ആണെന്നുണ്ടെങ്കിലും സെയിം തിങ്, സെയിം പ്രൊസീജിയർ, നിങ്ങളുടെ വാളറ്റ് കണക്റ്റഡ് ആണോ എന്നുള്ള കാര്യം ഒന്ന് എൻഷുർ ചെയ്യുക. ദെൻ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് ബിറ്റ്ഗെറ്റ് വാളറ്റ് ആണ്. കാരണം അവിടെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഗ്യാസ് ഫീസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അവിടെ കണക്ട് ചെയ്യാൻ ഇറ്റ്സ് വെരി സിമ്പിൾ. കാരണം ബിറ്റ്ഗെറ്റ് വാളറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മേളിലായിട്ട് ലിങ്ക്ഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ആ ഒരു മേളിൽ ഒരു ആരോ ഉണ്ട്, അതേ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാംസ്റ്റർ കോമ്പാക്റ്റ് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ കാണിക്കും. അല്ലാത്ത പക്ഷം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ബിറ്റ്ഗെറ്റ് വാളറ്റിൽ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ വാളറ്റ് ഇപ്പം നിങ്ങൾ ഓൾറെഡി ഒരു വാളറ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ ആപ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് വാളറ്റാണോ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് അങ്ങനെ തന്നെ നിന്നാൽ മതി. ഇപ്പോൾ സപ്പോസ് കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ബിറ്റ്ഗെറ്റ് വാളറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ പറഞ്ഞ അകത്തെ ക്ലിക്ക് ചെയ്യുക. അതിന് മുമ്പേ ആയിട്ട് നിങ്ങൾ എയർ ഡ്രോപ്പ് ഓപ്പൺ ചെയ്യുക. ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ എയർ ഡ്രോപ്പെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വാളറ്റ് ഒന്ന് ഡിസ്കണക്ട് ചെയ്യുക. നിങ്ങളുടെ ഇപ്പം നിലവിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാളറ്റ് ഡിസ്കണക്ട് ചെയ്ത ശേഷം നിങ്ങൾ ബിറ്റ്ഗെറ്റ് വാളറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ബിറ്റ്ഗെറ്റ് വാളറ്റെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ എസ് നോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കും. അതിൽ അതായത് ആ ഒരു വാളറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ നോയെ ക്ലിക്ക് ചെയ്യുക. അതിന് നോയെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഷോ ക്യു ആർ കോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ക്യു ആർ കോഡ് ഇതുപോലെ വരുന്നുണ്ടായിരിക്കും. ഈ ഒരു ക്യു ആർ കോഡിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ ഒന്ന് എടുത്തു വെക്കുക. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക. ഇതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ബിറ്റ്ഗെറ്റ് വാളറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മേളിൽ കാണുന്ന പോലെ ലിങ്ക്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മേളിൽ ഇവിടെ കാണുന്ന പോലെ ലിങ്ക്ഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ദെൻ നിങ്ങൾ ഈ ഒരു ക്യു ആർ കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുക്കുക. സോ ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണക്റ്റഡ് ആപ്ലിക്കേഷൻസിൽ നിങ്ങളുടെ ബിറ്റ്ഗെറ്റ് വാളറ്റിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റ് കാണിക്കുന്നുണ്ടായിരിക്കും. ഞാനിപ്പോൾ എന്തിനാണ് ഇത് ഇത്രയും എടുത്തു പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം നിങ്ങൾ ഇത്രയും ഗെയിമൊക്കെ കളിച്ച് ഹാംസ്റ്റർ കോമ്പാക്റ്റിന് ഇത്ര PHP പ്രോഫിറ്റ് പെർ അവറും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് ലാസ്റ്റ് നിങ്ങളുടെ വാളറ്റ് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റാണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. സോ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് എൻഷുർ ചെയ്യുക. ബിറ്റ്ഗെറ്റ് ആയിരിക്കും കുറച്ചുകൂടെ സേഫ്, കാരണം അതിൽ ഗ്യാസ് ഫീസ്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ഗ്യാസ് ഫീസ് ആണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ പിക്സൽവേഴ്സിൻ്റെ ഓൾറെഡി അതിൻ്റെ എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് NFT നിങ്ങൾക്ക് ക്ലെയിം ചെയ്തവർക്കറിയാം 0.5 ടോൺ കോയിൻസ് നമുക്ക് ആവശ്യമുണ്ട് ആസ് ഗ്യാസ് ഫീസ്. അല്ലെ പിന്നെ അതിൻ്റെ കൂടെ ബ്ലോക്ക് ചെയിൻ ട്രാൻസാക്ഷൻ ഫീസ് എന്ന് പറഞ്ഞ് വേറൊരു എമൗണ്ട് കൂടെ ആവശ്യമുണ്ട്. സോ ഇപ്പോൾ ഈ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ ടോണിൻ്റെ എമൗണ്ട് ഭയങ്കര കുറവാണ്, ഓൾറെഡി അത് താഴ്ന്നു നിൽക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ടോൺ കോയിൻസ് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ സെക്കൻഡ്ലി നിങ്ങളുടെ ടോൺ വാളറ്റിൽ, അതിപ്പോൾ ബിറ്റ്ഗെറ്റ് വാളറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടോൺ കീപ്പർ ആയിക്കോട്ടെ, ടെലിഗ്രാം വാളറ്റ് ആയിക്കോട്ടെ, ഏത് വാളറ്റ് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇതിൽ നിങ്ങളുടെ ടോൺ കോയിൻസ് നിങ്ങൾ റിഡീം ചെയ്തു അല്ലെങ്കിൽ കളക്ട് ചെയ്ത് വെക്കുക. അതിലേക്ക് കുറച്ച് ഒരു 1 ടോൺ കോയിൻ നിങ്ങൾ മിനിമം നിങ്ങൾ ആഡ് ചെയ്ത് വെക്കുക. അറൗണ്ട് 540 റുപ്പീസ് ആവും. ഇപ്പം നിലവിൽ 560 റുപ്പീസ് ആവും. സോ ഫസ്റ്റ് സെക്കൻഡ് നിങ്ങൾ എൻഷുർ ചെയ്യേണ്ട കാര്യം ടോൺ കോയിൻസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അതിന് ഗ്യാസ് ഫീസിന് വേണ്ടിയിട്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ മേ ബി ഓൾമോസ്റ്റ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ ഏതിലൊരു എക്സ്ചേഞ്ചിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കും. അതിൽ ഇപ്പോൾ ഞാൻ എൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യൻ മണി റുപ്പി കൊടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്കൊരു സൈക്കിൾ വാങ്ങാം, ബാഗ് വാങ്ങാം, ചെരുപ്പ് വാങ്ങാം, ലോകത്തുള്ള എന്ത് സാധനം വേണമെന്ന് നമുക്ക് ക്യാഷ് കൊടുത്താൽ നമുക്ക് കിട്ടും. ഈ ക്രിപ്റ്റോ കറൻസിയിൽ നമുക്ക് ഏതൊരു ടോക്കൺ വാങ്ങണമെങ്കിലും നമുക്ക് ആദ്യം വേണ്ടത് US ഡോളർ ടോക്കൺ ആണ്. USDT വേണം നമുക്ക് പർച്ചേസ് ചെയ്യാൻ. ഈ ഒരു സാധനത്തെയാണ് നമ്മൾ തിരിച്ചും മറിച്ചും കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ലൈക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിന്ന് കൊടുത്ത് നമുക്ക് വാങ്ങാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഒരു എക്സ്ചേഞ്ചിൽ പോയിട്ട് P2P വഴി, അതായത് നിങ്ങൾക്ക് P2P എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഞാൻ പ്രീവിയസ് ആയിട്ട് ചെയ്യാറുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മതി. P2P വഴി നിങ്ങൾ എക്സ്ചേഞ്ചിൽ പോയിട്ട് ഒരു USDT വാങ്ങുക, അത് US ഡോളർ ടോക്കൺ വേറൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങുക. ഗൂഗിൾ പേ വഴി നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി. അയാൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിലേക്ക്
USDT സെൻഡ് ചെയ്ത് തരുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് ടോൺ ആക്കുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞു പോകുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. സോ അത് നിങ്ങൾ USDT നിങ്ങൾ ടോൺ ആക്കി കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് എക്സ്ചേഞ്ച് ആണ് യൂസ് ചെയ്യുന്നത് ആ ഒരു എക്സ്ചേഞ്ചിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുക. സോ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ എൻഷുർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഒന്ന്, വാളറ്റ് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യുക. ദെൻ സെക്കൻഡ്ലി, ടോൺ കോയിൻസ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എയർ ഡ്രോപ്പ് വരുന്ന ടൈമിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാളറ്റിലേക്ക് നിങ്ങളുടെ എയർ ഡ്രോപ്പ് ക്ലെയിം ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, അപ്പം ഇത്രയൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ ഗൈസ്, താങ്ക് യു സോ മച്ച്.